ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുന്ന ആളുകളെ സ്വാഭാവികമായും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കില്ലേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിൽ ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹാനികരമായി ബാധിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിമുട്ടാതെ ഈ നാടിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി ദിവസം നേടിയിട്ടുണ്ട്. എന്താ വി ഡി സതീശൻ്റെ അഭിപ്രായം? ശരിയാണോ തെറ്റാണോ? ഇപ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ ഇന്ന് സമരം നടന്നല്ലോ. എവിടെയെങ്കിലും ഒരു കട അടപ്പിക്കാൻ ഇവിടെ ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തകന്മാർ പോയിട്ടുണ്ടോ? ഇവിടെ ഹെഡ്ലാൻഡ് മേഖലയിൽ ചുമടെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? തൊഴിലാളി സ്വയമേവ തീരുമാനിച്ചതാ. പക്ഷേ തൊഴിലാളി പണിമുടക്കിയതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇന്ന് മാധ്യമങ്ങളിൽ മറിച്ചാണ് വാർത്ത. അത് ശരിയല്ല. നോക്കാം. തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. നോക്കൂ, അടച്ചിടുന്ന കേരള മോഡൽ എന്നാണ് അതിന്റെ ടൈറ്റിൽ. ഈ ആഖ്യാനമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അത് മനോരമയിലും ഇതേ ഹെഡ്ലൈൻ ആയിരിക്കും നാളെ ഉണ്ടാവുക. അതെ 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 അതെ. ഇതിലെന്താ പ്രശ്നം? പ്രശ്നത്തിന്റെ മെറിറ്റ് പരിഗണിക്കാൻ തയ്യാറാവുന്നില്ല. ഈ 87 മേഖലകളിലെ മിനിമം കൂലി നേടുന്നതിനു വേണ്ടി അതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള സാഹസം, തൊഴിലാളികൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗം, സമരങ്ങൾ, ഇതൊന്നും പരിഗണിക്കപ്പെടണ്ടേ? അതാണ് കേരളത്തിലാണ് ഈ ട്രേഡ് യൂണിയൻ സമരങ്ങൾ ഫലവത്താകുന്നത് എന്ന് പറയുന്നവർ കേരളത്തിലാണ് മിനിമം കൂലി ഉള്ളത് എന്നും കേരളത്തിൽ ഈ മിനിമം കൂലി ഉള്ളത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറക്കുകയും ചെയ്യുന്നു. അതെ അതെ അതെ, അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ രാജ്യത്തെല്ലായിടത്തും ഒരുപോലെ ഈ മൂവ്മെന്റ് എല്ലാം ശക്തിപ്പെടുമെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മൂവ്മെന്റ് ശക്തിപ്പെടുന്നുണ്ട്, അവകാശങ്ങൾ നേടുന്നുണ്ട്. ഈ സംഘടിത വ്യവസായ മേഖലയിൽ ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പം ജനങ്ങൾ, തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേട്ടങ്ങൾ ഇല്ലാതാകുമ്പോൾ അവരുടെ ജീവിതമാണ് തകരുന്നത്. ആ ജീവിതം തകരുന്ന സമയത്ത് അവർ പണിമുടക്കുക അല്ലെങ്കിൽ അതുപോലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം.